ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുഴുങ്ങിയ മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് സവാളയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയാണ് ഇതിന് വേറെ തന്നെ ഒരു വെറൈറ്റി ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട്. മീഡിയം സൈസിലാണെങ്കിൽ പകുതി ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു ചെറിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ളതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 4 സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ബണ്ണിനകത്ത് നിറയ്ക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മളിനി ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ അതേ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തൊടയണമെന്നൊന്നുമില്ല. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ചേർക്കുക. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ പച്ചമണം മാറി കിട്ടണം. ഇത് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ സ്പൈസി ആയിട്ട് തന്നെ ആക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാലയാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് മസാല. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ട മയണൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിക്കകത്തോട്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതേപോലെ തന്നെ ഒരു 2 നുള്ളു കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നമുക്ക് നല്ലൊരു കളറുള്ളൊരു മയണൈസ് കിട്ടും. അത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടാവും. അടിച്ചെടുത്ത് കഴിയുമ്പോൾ 2 മിനിറ്റ് ഹൈ സ്പീഡിൽ അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക. കുറച്ചായിട്ട് എണ്ണ ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. നല്ല തിക്കായിട്ടുള്ള മയണൈസ് നമുക്ക് വേണം. എന്നാലേ എല്ലാവരുടെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസാണ്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസ് മാത്രമായിട്ട് എടുത്താലും മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കഴിക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ബണ്ണ് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്യാതെ ബാക്കി ഫുൾ ഓപ്പൺ ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ അഥവാ ഫുള്ളായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അടയ്ക്കാനും വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ചില്ലി സോസാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടെയും നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മയണൈസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ബർഗറും അതേപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയണൈസ് എന്നെപ്പോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 എണ്ണത്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 4 പോർഷൻ ആക്കിയിട്ട് ഒരു പോർഷൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അത്രയും വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക.
അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് ആണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിവിടെ ലെറ്റ്യൂസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്യാബേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത ഇല വേണം നമ്മൾ എടുത്ത് വെക്കാനായിട്ട്. അപ്പോഴാണ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ മേലെ നല്ലപോലെ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട റൗണ്ടായിട്ട് കട്ട് ചെയ്തത് നിറയെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ബണ്ണിന് നമുക്ക് ഒരു മുട്ട മൊത്തമായിട്ട് വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് എല്ലായിടും ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുമ്പോൾ ആ ഷോട്ട് കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ ഞാൻ ചീസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്യാതിരിക്കണ്ട. കാരണം ചീസ് ഇല്ലാതെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. കാരണം ഞാൻ ചീസ് വെച്ചിട്ട് കഴിക്കാറില്ല പൊതുവേ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് ചീസ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പക്ഷേ ചീസ് ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഒന്ന് ഇരട്ടിയാവും. അപ്പോൾ ചീസ് മാക്സിമം കിട്ടുന്നവർ ഒന്ന് ചീസ് വെച്ച് ട്രൈ ചെയ്യുക. അല്ലാത്തവർ ചീസ് ഇല്ലാതെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ മേൽഭാഗത്ത് ടൊമാറ്റോ സോസിന് പകരം മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ചീസിന് പകരമായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല പോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ മെൽറ്റായി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ടും കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു 2 നുള്ളി ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായി ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതേ ഒരു പാൻ വെച്ചിട്ടാണ് ഞാനിത് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ബണ്ണി പാനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ ബണ്ണിൻ്റെ അടിഭാഗത്ത് ഒന്നും പറ്റില്ല, കരിയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് സമയം ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ചീസ് എത്ര നേരമാണോ മെൽറ്റ് ആവാൻ എടുക്കുന്നത് അത്ര നേരം വെക്കുക. ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ മതിയാവും ചീസ് മെൽറ്റ് ആവാനായിട്ട്. അപ്പോൾ അതേ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീക്ക് അനുസരിച്ച് ചിലപ്പോൾ ടൈം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ അത് മേലെ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇത് കണ്ടപ്പോൾ തന്നെ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പെട്ടെന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ കിടുക്ക റെസിപ്പീസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.